കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഈ സർക്കാർ നിലവിൽ വന്ന ഉടനെ തന്നെ 3 വിദഗ്ധ കമ്മീഷനുകളെ നിയോഗിച്ചിരുന്നു. ആ കമ്മീഷനുകളുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണങ്ങളുടെ സുപ്രധാനമായ ഒരു ഘട്ടം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 4 വർഷ ബിരുദ പദ്ധതി ഇതിൻ്റെ ഭാഗമായിരുന്നു. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാര വർധനവിനും രാജ്യാന്തര സ്വഭാവത്തിലുള്ള അത്യാധുനിക ഗവേഷണം വികസിപ്പിക്കുന്നതിനുമായി സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് എന്നുള്ള നിലയിലും വിവിധ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയാണ്. അതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായി കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി പരിവർത്തനം ചെയ്തെടുക്കുന്നതിനും നമ്മുടെ സംസ്ഥാനത്തെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും കഴിയുന്ന രീതിയിൽ അടുത്ത ഘട്ട കാൽവയ്പ് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് നിർദ്ദേശിക്കുന്നതിനായി ഉദ്യമ എന്ന പേരിൽ ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഒരുങ്ങുകയാണ്. ജനുവരിയിൽ കൊച്ചിൻ സർവകലാശാല, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് നടക്കുന്ന കോൺക്ലേവിന് പ്രാരംഭം കുറിച്ചുകൊണ്ട് അതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ ഡിസംബർ 7 മുതൽ 10 വരെ തിരുവനന്തപുരത്ത് ഉദ്യമ 1 അരങ്ങേറുകയാണ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പാണ് അതിൻ്റെ സംഘാടനം പ്രധാനമായിട്ടും നിർവഹിക്കുന്നത്. 4ാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ അനന്തരഫലമായിട്ട് ലോകത്താകമാനം തൊഴിൽ മേഖലയിൽ അതിസങ്കീർണമായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടായി വരികയാണ്. അതിനെ അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ പാഠ്യപദ്ധതികളും പാഠ്യക്രമങ്ങളും സാങ്കേതിക പരിശീലന പരിപാടികളുമെല്ലാം കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഉദ്യമ 1 സംഘടിപ്പിച്ചിട്ടുള്ളത്. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. ആ മേഖലയിൽ അഭൂതപൂർവമായിട്ടുള്ള കുതിച്ചുചാട്ടത്തിന് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വ്യാവസായിക മേഖലയിലൊക്കെ സാങ്കേതിക വിദ്യയുടെ വളർച്ച വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ മികവാർന്ന തൊഴിൽ സാധ്യതകളിലേക്കും അതോടൊപ്പം തന്നെ ഗവേഷണാത്മക പ്രവർത്തനങ്ങളിലേക്കും വിദ്യാർത്ഥികൾക്ക് കടന്നു ചെല്ലാൻ സഹായകരമായ വിധത്തിൽ നമ്മുടെ സാങ്കേതിക വിദ്യാ മേഖലയെ എങ്ങനെ പരിഷ്കരിച്ചെടുക്കാം എന്നുള്ളതാണ് ഈ കോൺക്ലേവിൻ്റെ പ്രധാന ഉദ്ദേശം. അതിനാവശ്യമായൊരു വിഷൻ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യാൻ സഹായകരമായ വിധത്തിലാണ് കോൺക്ലേവിൻ്റെ എല്ലാ വിശദാംശങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. വ്യവസായവും വിദ്യാഭ്യാസവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിന് കഴിയുന്ന വിധത്തിൽ ഇൻഡസ്ട്രി അക്കാഡമിയ ഇൻ്റർഫേസ് എന്നുള്ള നിലയ്ക്കുള്ള സംവാദങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. വ്യവസായ മേഖലയും സാങ്കേതിക സ്ഥാപനങ്ങളും തമ്മിൽ വളരെ ദൃഢമായിട്ടുള്ള സഹകരണം ഉറപ്പുവരുത്തുക, സാങ്കേതിക വിദ്യ കൈമാറ്റം ടെക്നോളജി ട്രാൻസ്ഫർ ഉറപ്പാക്കുക, പുത്തൻ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം, ലാബുകളുടെയും വർക്ക്ഷോപ്പുകളുടെയും നവീകരണം, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പാഠ്യക്രമം, ഇതൊക്കെ സംബന്ധിച്ച് ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ള അധ്യാപകർ, സാങ്കേതിക വിദഗ്ധർ, വിദ്യാർത്ഥി പ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, കേരള ഡയാസ്പോറ എന്നുള്ള നിലയിലുള്ള പ്രതിനിധികൾ, ഇവരെല്ലാം ഉൾപ്പെടുന്ന സംവാദങ്ങളാണ് ഉദ്യമ 1 പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. അന്തർദേശീയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാളി സംരംഭകരും സാങ്കേതിക വിദഗ്ധരും സർക്കാർ പ്രതിനിധികളും ഇതിനായുള്ള ചർച്ചകൾ നയിക്കും. ഡിസംബർ 7 4 ദിന കോൺക്ലേവ് ആരംഭിക്കുന്നത്. ഡിസംബർ 10 കോൺക്ലേവ് സമാപിക്കുന്ന സമാപന സമ്മേളനത്തിൽ ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലുള്ള വീക്ഷണം ഉൾക്കൊള്ളുന്ന ഒരു വിഷൻ ഡോക്യുമെൻ്റ്, അതിൻ്റെ കരട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൈമാറുന്നതാണ് അതിൻ്റെ വാലിഡിക്ടറി ഫംഗ്ഷനിൽ വെച്ച്.
വിവിധ ടെക്നിക്കൽ സെഷൻസിലൂടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ, അധ്യാപകർ, അക്കാദമീഷ്യൻസ്, ഇൻ്റലക്ച്വൽസ് അവരിൽ നിന്നൊക്കെ അഭിപ്രായങ്ങൾ സമാഹരിച്ചുകൊണ്ടാണ് വിഷൻ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ വിഷൻ ഡോക്യുമെൻറ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കും വരുന്ന 10 വർഷക്കാലത്തേക്ക് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ നാം സ്വീകരിക്കേണ്ടുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ സ്വരൂപിക്കുക. കോൺക്ലേവിൻ്റെ മുന്നോടിയായി ഒരുപാട് പ്രീ കോൺക്ലേവ് ഇവൻറ്റുകൾ നടത്തുകയുണ്ടായി. ഈ പ്രീ കോൺക്ലേവ് ഇവൻറ്റുകളുടെ ഉദ്ഘാടനം 2024 ഓഗസ്റ്റ് 21 കോട്ടയം രാജീവ് ഗാന്ധി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് നടത്തിയത്. സംസ്ഥാനത്ത് ഉടനീളമുള്ള സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ ആധാരമാക്കി പ്രീ കോൺക്ലേവ് ഈവൻറ്റ്സ് വിജയകരമായി സംഘടിപ്പിക്കുകയുണ്ടായി. ഐക്യരാഷ്ട്ര സംഘടനയുടെ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ ആധാരമാക്കിയിട്ടാണ് 8 പ്രീ കോൺക്ലേവ് ഈവൻറ്റ്സ് ഒരുക്കിയത്. സെമിനാറുകൾ, വെബിനാറുകൾ, ക്വിസ് മത്സരങ്ങൾ, വിദ്യാർത്ഥികൾക്ക് വിവിധ തരത്തിലുള്ള ആശയവിനിമയ പരിപാടികൾ, പാനൽ ചർച്ചകൾ, ഇൻ്ററാക്റ്റീവ് സെഷൻസ് ഇതെല്ലാം പ്രീ കോൺക്ലേവ് ഈവൻറ്റ്സ് എന്നുള്ള നിലയിൽ സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആഗോളതലത്തിൽ പ്രശസ്തരായവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പ്രീ കോൺക്ലേവ് ഈവൻറ്റുകൾ നടന്നിട്ടുള്ളത്. ഡിസംബർ 7 വൈകിട്ട് 3:30 തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വച്ച് ഈ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യപ്പെടും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ചടങ്ങിൽ ഡോക്ടർ അനിൽ സഹസ്രബുദ്ധെ വിശിഷ്ടാതിഥിയായിട്ട് പങ്കെടുക്കും, മുഖ്യ പ്രഭാഷണം നിർവഹിക്കും. തുടർന്ന് ഡിസംബർ 8 മുതൽ 10 വരെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വച്ച് നൂതന വ്യവസായശാലകൾ, എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം, ജോലി സാധ്യതകൾ എന്നീ വിഷയങ്ങളിലായി 16 സെഷനുകൾ നടക്കും. 60-ൽ പരം വിദഗ്ധർ ഈ സെഷനുകളിൽ പങ്കെടുത്ത് ചർച്ചകൾ നയിക്കും. കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നും പോളിടെക്നിക് കോളേജുകളിൽ നിന്നുമായിട്ട് 400-ൽ പരം അധ്യാപകർ ഈ ചർച്ചകളിൽ പങ്കെടുക്കും.